ഇപ്പോൾ എന്തായാലും സമയം രാവിലെ ഒരു 5:15 അപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം അടിച്ച് പൊളിച്ച്. അപ്പോൾ ഇനി നേരെ നമ്മൾ വെക്കേഷനൊക്കെ കഴിച്ച് നേരെ കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പം അമ്മച്ചിയോടും പ്രവീണിനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ നമ്മൾ വസൈ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അപ്പച്ചൻ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വസൈ സ്റ്റേഷനിൽ വരുന്നുണ്ട്. അങ്ങനെ വസൈ സ്റ്റേഷനെത്തി നമ്മൾ നേരെ ട്രെയിൻ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് 6 മണിക്കാണ് നമ്മളുടെ ട്രെയിൻ. അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ അപ്പോൾ 6 മണിയായപ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ട്രെയിൻ. എന്തായാലും കറക്റ്റ് 6 മണിയായപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ട്രെയിൻ അതാ വന്ന് നിന്നു. അപ്പോൾ അപ്പച്ചനോട് നമ്മൾ ടാറ്റ ബൈബൊക്കെ പറഞ്ഞു. അപ്പച്ചൻ വേഗം തന്നെ കയറുമെന്ന് പറയുന്നുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ ഞാൻ എന്താ പറയുക, നമ്മൾ തനിയെ പോകുന്നതൊക്കെ ഭയങ്കര ഇപ്പോഴും കൊച്ചു കുട്ടികളെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈബയൊക്കെ പറഞ്ഞ് നേരെ അപ്പോൾ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ട്രെയിനിലെ വിശേഷങ്ങൾ ബാക്കി പറയാം. അപ്പോൾ ട്രെയിനിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ അതേ ഒരു ഭാഗത്ത് ഈ സാധനം ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. കമ്പിളിയും പിന്നെ കുറേ ഷീറ്റും ഒക്കെ. അതായത് ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു ട്രെയിൻ. ഇത് തലേന്നേ 6 മണിക്ക് വിട്ട ട്രെയിനാണ്. അപ്പോൾ ആ 6 മണിക്ക് രാവിലെ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ നിന്ന്. അപ്പം നമുക്ക് കിട്ടിയ സീറ്റിൽ കുറേ ഷീറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടും അവർ വന്നെടുത്ത് മാറ്റിയില്ല. പിന്നെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞതിന് ശേഷമാണ് വന്ന് എടുത്തുകൊണ്ട് പോയത്. അപ്പം ഞാനൊരു കമ്പിളി മടക്കുന്നത് കാണിച്ചില്ലേ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കമ്പിളി ഒരിക്കലും ട്രെയിനിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ മേളെ ഇട്ട് പൊതച്ച് കിടന്നുറങ്ങാൻ പാടില്ല. കാരണം അത് വാഷ് ചെയ്യാനേ ഇടുന്നില്ല. അവരൊരു മാസം കഴിയുമ്പോഴങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം അത് ഉടനെ തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് മടക്കി അവരെടുത്ത് ആ മുകൾ ഭാഗത്തോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആ വൈറ്റ് ഷീറ്റും പില്ലോ കവറും മാറ്റുന്നുണ്ട്. വൈറ്റ് ഷീറ്റ് അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പില്ലോ കവറും എടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് പുതിയ പില്ലോ കവറും ഇട്ടിട്ട് വൈറ്റ് ഷീറ്റ് നമുക്ക് പുതുതായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കമ്പിളി താഴെ വിരിച്ചിട്ട് നമ്മളുടെ ബർത്തിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഷീറ്റ് വിരിച്ച് എന്നിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ കമ്പിളി എടുത്ത് പൊതച്ച് കിടക്കരുതെന്നാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി, അത് കഴുകുന്നില്ല. അത് എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബർത്തിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിളി. നമ്മുടെ ട്രെയിൻ യാത്രകളെല്ലാം വളരെ മനോഹരമാണ് അല്ലേ. ട്രെയിനിൽ പോകുന്നത് എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിൽ കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ വിൽക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് 1-2 ചീസൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എന്തായാലും രാത്രി ആയിട്ടുണ്ട്. ഇനി നേരെ ചാച്ചാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എൻ്റെ ബർത്തൊക്കെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അതിനു മുമ്പേ എൻ്റെ ചെറുക്കന്മാരെ 2 ഞാൻ സെറ്റാക്കി അവന്മാർക്ക് കൊടുത്തു. അവന്മാരെ മേളിൽ കിടത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ചാച്ചാൻ പോകണം. നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേക്ക്, രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കൊല്ലം എത്തുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒന്നും അല്ല കിടന്നത്. കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സഹകരിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് പേരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടക്കുന്നുണ്ട്. ഇനി രാവിലെ ചിലപ്പോൾ നേരത്തെ എണീക്കാം. ചിലപ്പോൾ ട്രെയിനിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് നേരം കിടന്ന് ഉറങ്ങുമെങ്കിൽ ഇപ്രാവശ്യം ഒരുപാട് നേരം കിടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ 11 മണിക്ക് ഇറങ്ങാനുള്ളതുകൊണ്ട് നേരത്തെ എണീറ്റ് ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. എന്തായാലും അങ്ങനെ പിന്നെ ഉറക്കം എണീറ്റ് രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ എണീറ്റപ്പോൾ ഒരു 9:30 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ബ്രഷൊക്കെ ചെയ്ത് നേരെ വന്ന് ഇരിപ്പുണ്ട്. ഇനി അവന്മാരെ വിളിക്കണം. അപ്പോഴത്തേക്കും മണി 10 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ചെറുക്കനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വലിഞ്ഞ് മേളിൽ കയറിയിട്ടുണ്ട്. ഇവന്മാർ അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ ഇവന്മാർ എണീക്കത്തില്ല. അതുകൊണ്ട് ആദ്യം ഒരാളെ വിളിച്ചു. അപ്പോഴത്തേക്ക് അവൻ എണീക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും താഴെ ഇറങ്ങി വന്നിനി അവന്മാർക്കുള്ള ബ്രഷും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് റെഡിയാവും. അങ്ങനെ പിന്നെ അവന്മാർക്കുള്ള ബ്രഷും എല്ലാം എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും വന്നു. പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. എൻ്റെ അടുത്തും കുറച്ച് ഇഡ്ഡലിയൊക്കെ അമ്മച്ചി തന്നത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലായി ഞങ്ങൾ 3 ആളും കൂടെ. അങ്ങനെ കുറച്ച് എന്തായാലും അവന്മാർക്ക് ഞാൻ വാരി കൊടുത്തിട്ട് പിന്നെ ബാക്കി നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഇഡ്ഡലിയൊക്കെ എടുത്ത് നമ്മളങ്ങനെ സെറ്റാക്കി അങ്ങനെ കഴിക്കുകയാണ്. അതാണിപ്പോൾ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വന്ന് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത്. മൊത്തം വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് അവൻ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ നമ്മളുടെ ബാഗും മറ്റു കാര്യങ്ങളും എല്ലായിടത്തും നമ്മൾ സീറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം എത്താറായി. അപ്പം നമുക്കിനി കൊല്ലത്ത് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ കൊല്ലം എത്തി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ബൈ.